ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓവണൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്ത് വെക്കണം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് സീവ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 3 പ്രാവശ്യം ഞാൻ സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലായ മുട്ടയാണ് കേട്ടോ. അതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ കേക്ക് വെക്കാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ലോ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ആ സമയത്തിന് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര അല്ല കേട്ടോ, ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. വലിയ തരികൾ എടുക്കണ്ട. ചെറിയ തരികളുള്ള പഞ്ചസാര ഒരു 1/4 കപ്പ് ഞാൻ കുറേശ്ശായിട്ട് ഇതിൽ ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടും ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇനി നമുക്കിതിനകത്തോട്ട് ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ബട്ടർ മിൽക്ക് ഉണ്ട് കേട്ടോ. ഇത് 1/2 കപ്പ് പാലിനകത്തോട്ട് 1 ടീസ്പൂൺ വിനെഗറൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബട്ടർ മിൽക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കളറൂടെ, റെഡ് വെൽവെറ്റ് കേക്ക് അല്ലേ, അപ്പോൾ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ സ്പീഡിലിട്ട് വേണം ഇതെല്ലാം ബീറ്റ് ചെയ്തെടുക്കാൻ. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഓയിൽ ആഡ് ചെയ്യുമ്പോൾ തൊട്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ലോ സ്പീഡിലിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലോർ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡർ മോഡൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്ന് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ബട്ടർ പേപ്പർ മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഫുള്ളായിട്ട് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തു. നല്ലതുപോലെ ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 35-40 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് റെഡിയായി കിട്ടും. ഇതിൻ്റെ ഹോള് നമുക്കിതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഒട്ടും നനവൊന്നുമില്ല. അപ്പോൾ കേക്ക് നമ്മുടെ റെഡിയായി. ഇനി ഇത് ചൂടാറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ സമയത്തിന് നമുക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ റെഡിയാക്കി എടുക്കാം. ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം സ്പീഡിൽ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫായി കിട്ടിയാൽ ഉടനെ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ലൂസായി പോകും. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ സ്റ്റിഫായി കിട്ടിയാൽ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തോട്ട് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസാണ് കേട്ടോ ഇതിന് ടേസ്റ്റി ആയിട്ടുള്ളത്. റെഡ് വെൽവെറ്റിന്
അപ്പോൾ അതും കൂടെ 1/2 കപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ എല്ലാം ഒന്നിച്ച് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ വെച്ച് കൊടുത്ത ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സ്പഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാൻ ഏറ്റവും ആദ്യത്തെ പീസ് ഞാൻ ഏറ്റവും അടിഭാഗത്തായിട്ട് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പും നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും അതുപോലെ ക്രീം ചീസൂടെ മിക്സ് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കുക. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഇതിന് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്. ഇപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് ഞാൻ പുറത്തെടുത്ത് ഇനി നമുക്ക് ഇതിനകത്ത് മേൽഭാഗത്ത് ഐസിങ് ചെയ്തെടുക്കാം, ഫൈനൽ കോട്ടിങ് കൊടുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം മേൽഭാഗത്തായിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം സൈഡിലും ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. സ്ക്രാപ്പർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതുപോലെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളതെല്ലാം നമുക്ക് നല്ലതുപോലെ ഫിനിഷിംഗ് ചെയ്തെടുക്കണം. ഇതിന് സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു 6 ആക്കിൻ്റെ റാപ്പർ വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് കൊടുക്കാം. ഞാനൊരു ഇതിനകത്തോട്ട് റെഡ് കളർ ആഡ് ചെയ്ത് വിപ്പിംഗ് ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്ത് ഇതുപോലെ ഒരു ഡെക്കറേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റാർ നോസിലാണ് കേട്ടോ എടുത്തത്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് 2 ഡെക്കറേഷനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഞാൻ നോസിൽ വെച്ചിട്ട് വർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത സൈഡിൽ ഞാൻ ചെറിയ പേൾസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് പേൾസ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗോൾഡൻ പേൾസ് ഇതിൻ്റെ ഫ്ലവറിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.